മുട്ട പുഴുങ്ങാതെ തന്നെ വളരെ രുചികരമായിട്ടുള്ള മുട്ട മസാലക്കറി നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതുപോലൊരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുകൊക്കെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കായിട്ട് 2 സവാള തീരെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ തോരനൊക്കെ അരിയും പോലെയാണ് ഇതിനു വേണ്ടി സവാള അരിഞ്ഞെടുക്കാനുള്ളത്. സാധാരണ നമ്മൾ മുട്ടക്കറി തയ്യാറാക്കുമ്പോൾ അരിയും പോലെയല്ല, ഇതുപോലെ തോരനൊക്കെ അരിയും പോലെ തീരെ ചെറുതായിട്ട് സവാളയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി അല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് സവാള നല്ലതുപോലെ വഴറ്റാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മുട്ട മസാലക്കറി തയ്യാറാക്കുകയും ചെയ്യാം. ഈ രീതിയിൽ മുട്ട മസാലക്കറി തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് പലഹാരങ്ങളോടൊപ്പം മാത്രമല്ല, നമുക്ക് ചോറിനോടൊപ്പം വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഈ രീതിയിൽ നമുക്ക് മുട്ട മസാലക്കറി തയ്യാറാക്കി ചോറ് കഴിക്കാൻ വളരെ രുചികരമാണ്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. സമയമില്ലാത്തവർക്കൊക്കെ മുട്ട പുഴുങ്ങി സമയം കളയണ്ട. നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ മുട്ട പുഴുങ്ങാതെ തന്നെ ഈ മുട്ട മസാലക്കറി തയ്യാറാക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. തക്കാളിയും സവാളയൊക്കെ നല്ലതുപോലെ വഴന്ന് വരണം. ഒരു ബ്രൗൺ കളർ ആവുന്നതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇടയ്ക്കൊന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. അങ്ങനെ എല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായ 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ആ എണ്ണയിൽ തന്നെ ഈ പൊടികളും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഗരം മസാലപ്പൊടി അല്പം ഗരം മസാലപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ മല്ലിപ്പൊടി ഒരുപാട് വേണ്ട, 1 സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം എല്ലാം മാറുന്നതിന് വേണ്ടി ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഈ പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളൊക്കെ നല്ലതുപോലെ വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ തേങ്ങാപ്പാൽ വേണമെന്നുള്ളവർക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ സാധാ നമ്മളെ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. ഈ വെള്ളം ചേർത്ത് കൊടുത്ത് ഇനി അല്പം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തിളയ്ക്കണം. നല്ല തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. നമ്മൾ മുട്ട പുഴുങ്ങിയല്ല ഇതിലേക്ക് ചേർക്കുന്നത്. ഇതുപോലെ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ആ മുട്ടയുടെ ടേസ്റ്റ് കൂടി കറിക്കുണ്ടാകും. അപ്പോൾ വളരെ രുചികരമാണ്. ഇതുപോലെ ഓരോ മുട്ട നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിള വരുന്ന സമയത്ത് ഇതുപോലെ മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 4 മുട്ട ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മുട്ട കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ചെറിയ തീയിൽ വെച്ച് വേവിക്കണം. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ വളരെ രുചികരമായിട്ടുള്ള മുട്ട മസാലക്കറി നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. ഇനി നമുക്കിതൊന്ന് അല്പനേരം അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. മുട്ടയുടെ ഒരു ഭാഗമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിനി മറു സൈഡും കൂടെ ഒന്ന് വേവുന്നതിന് വേണ്ടി നമുക്കിതുപോലെ ഒന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാകും. മുട്ടയ്ക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് 1 മിനിറ്റ് പോലും വേണ്ട, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ രുചികരമായിട്ടുള്ള ഈ മുട്ട മസാലക്കറി ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്ക് പലഹാരങ്ങൾക്കോടൊപ്പം മാത്രമല്ല, ചപ്പാത്തി അപ്പം ഏതിനോടൊപ്പവും ഇത് വളരെ രുചികരമാണ്. ചോറിനോടൊപ്പം വേണമെങ്കിൽ നമുക്ക് ഇതുപോലൊരു മുട്ട മസാലക്കറി തയ്യാറാക്കി കഴിക്കാം. ഇനി ഇതിൽ ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലിയില ഇല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വിതറി നമുക്ക് അല്പനേരം കൂടി അടച്ചു വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.